സ്വഹാബികൾക്ക് കിട്ടിയത് പുസ്തകത്തിലോ വാക്കിലോ അല്ല. ഈ ഹദീസുകളിൽ ഒരു 75% ഹദീസുകളും സ്വഹാബികൾക്ക് കിട്ടിയത് വാക്കിലോ പുസ്തകത്തിലോ അല്ല, പകരം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലാണ്. അതാണ് സത്യത്തിൽ തെർബിയത്ത്. ആ തെർബിയത്താണ് ഇവിടെ പഴയ കാലത്ത് ആദാബുകളായി ഉണ്ടായിരുന്നത്. ആ ആദാബിന് നല്ല തെർബിയത്തുള്ള വല്യമ്മമാർ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അടുക്കള വളരെ ആദാബിലായിരുന്നു. കിട്ടിയത് വളരെ കമ്മിയാണെങ്കിലും സന്തോഷത്തിൽ കഴിഞ്ഞുകൂടാൻ കഴിഞ്ഞിരുന്നു. കമ്മി എന്നുള്ള പ്രശ്നമില്ല. ആ വല്യമ്മയുള്ള വീട്ടിന് ആകെ ഉണ്ടാവുക പുരയിടത്തിൽ 10ഓ 20ഓ തെങ്ങാണ്. ഈ 10ഓ 20ഓ തെങ്ങ് കൊണ്ട് 2 കണ്ട പാടവും 10ഓ 20ഓ തെങ്ങുമായാലും 4, 5, 6 മക്കൾ ഉണ്ടായാലും സുഭിക്ഷമായി അവർ കഴിഞ്ഞുകൂടുകയും അതിന്റെ കിട്ടിയ ലാഭം കൊണ്ട് കുട്ടികളെ കെട്ടിക്കുകയും സന്തോഷിച്ച് അവസാനം വല്യമ്മയോ വല്യപ്പയോ ഹജ്ജിന് പോവുകയും എല്ലാം കഴിഞ്ഞിട്ട് കടലില്ലാതെ മരിച്ചുപോവുകയും ചെയ്തിരുന്നു. ആകെ ഉണ്ടായിരുന്നത് 2 കണ്ട പാടവും ഒരു 10ഓ 25ഓ തെങ്ങുമാണ്. സത്യത്തിൽ വല്ലാതെ അവർക്ക് കിട്ടാനില്ല. പക്ഷെ എന്തുണ്ട്, അവർക്ക് ചില ചിട്ടവട്ടങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട്, ചില ആദാബുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ ജീവിക്കുന്ന പുരയിടത്തിൽ അള്ളാന്റെ മലക്കുകൾ ഇറങ്ങി വന്നിരുന്നു. അതാണ് വലിയ വിഷയം. മലക്കുകൾ ഇറങ്ങി വരിക എന്നുള്ളത് വലിയ വിഷയമാണ്. അങ്ങനെയാണ്. നല്ലോണം ശ്രദ്ധിക്കണേ, ഞാൻ ഈ പറയുന്ന നല്ലോണം മനസ്സിലാക്കണം. മലക്കുകളെ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പരാജയം. അള്ളാഹുവിൻ ഒരു സ്ഥലത്ത് ഒന്നിരിക്കൽ മലക്കുണ്ടാകും, അല്ലെങ്കിൽ അവിടെ ശൈത്താൻ. അല്ലാത്തൊരു പ്രശ്നമില്ല. ഇന്നലിബിനി ആദമ ലമ്മത്തമ്പിൽ മലക്ക് വലമ്മത്തമ്പി ശൈത്വാൻ എന്ന് പുണ്യ റസൂൽ. മനുഷ്യൻ 2 തരം സ്പർശമാണുള്ളത്. ഒന്നിരിക്കൽ അത് മലക്കിനോടാകും, അല്ലെങ്കിൽ ശൈത്താനോട്. ഉറപ്പ് അതില്ലാത്ത സംഭവം ഉണ്ടാവില്ല. മലക്കുകൾ പോകാൻ കാത്തു നിൽക്കുകയാണ് ശൈത്താൻ. മലക്ക് എപ്പോൾ പോയോ അപ്പോൾ ശൈത്താൻ. ശൈത്താൻ ഭയങ്കര കഴിവുള്ള ആളാണ്, ഇന്റലിജന്റ്, ഭയങ്കര കഴിവാണ്. ശൈത്താന്റെ കഴിവ് ചെറുതല്ല, ഭയങ്കര കഴിവാണ്. എവിടെ അതാണ് നിങ്ങൾ മരണവേളയിൽ മലക്കുകൾ ഇറങ്ങി വരും എന്നതിനെ പറ്റി എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക. മുഅ്മിനീങ്ങൾ മരിക്കുന്ന നേരത്തെ മലക്കുകൾ ഇറങ്ങി വരുന്നു. ഈ മലക്കുകൾ ഇറങ്ങി വരുമെന്ന് ഈ ആയത്തിന്റെ എന്ത് പ്രസക്തിയുള്ളത്? ആ ആയത്തിന്റെ പ്രസക്തിയെ പറ്റി നിങ്ങൾ ആലോചിച്ചില്ല. ഇതിന് കാരണം എന്താ? മലക്കുകൾ ഇറങ്ങി വന്നിട്ടില്ലെങ്കിൽ ആ സമയത്ത് ആരുണ്ടാവും? ശൈത്താൻ ഉണ്ടാവും. അത് അയാളുടെ അവസാനത്തെ ഈമാനെ പഴിപ്പിക്കും. അള്ളാഹു കാക്കട്ടെ. വളരെ ചിന്തിക്കണട്ടാ. അപ്പൊ അതുകൊണ്ടാണ് മലക്കുകൾ ഇറങ്ങി വരിക എന്നതിന് വളരെ വലിയൊരു കാര്യമായിട്ട് അവിടെ ഖുർആൻ പ്രസന്റ് ചെയ്തത്. എന്നിട്ട് ഈ മലക്കുകൾ പറയുന്ന ഒരു വാക്കുണ്ട് അവിടെ, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ഈ മനുഷ്യനോട് മലക്കുകൾ പറയുകയാണ്. എന്താ പറയുന്നത്? ഇപ്പോഴേ നീ ഞങ്ങളെ കണ്ടിട്ടുള്ളൂ എങ്കിലും ഇന്നലെ വരെയുള്ള ജീവിതത്തിൽ നീ വിജയിക്കാൻ കാരണം ഞങ്ങളുടെ സാമീപ്യം നിനക്ക് ഉണ്ടായതുകൊണ്ടാണ്. മനസ്സിലാവണില്ല? നിങ്ങൾക്ക് വളരെ ചിന്തിക്കണം. മരിക്കണ നേരത്തെ മലക്കൾ ഇയാളോട് തുറന്നു പറയാം. ഇത് ഇനി ഇയാൾക്ക് വേറൊരാളോട് പറയാൻ സമയമല്ല. അതാണ് ജീവിതത്തിന്റെയും ദീനിന്റെയും ഒരു രഹസ്യം. ഇയാൾക്ക് വേറൊരാളോട് പറയാൻ നിർവാഹമില്ല. മരണവേളയിൽ സയ്യിദുനാ അസ്റാഈൽ അലൈഹിസ്സലാം പെരുവിരലിൽ നിന്ന് റൂഹ് ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരുന്ന അതേ നേരത്ത് ഇയാളുടെ ചെവിയിൽ മലക്കുകൾ പറയുന്നുണ്ട്. എന്ത് പറയാ? നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. പേടിക്കണ്ടട്ടാ. ഇതുവരെയുള്ള ജീവിതത്തിൽ നിനക്കൊരു പരാജയം പറ്റിയിട്ടില്ലല്ലോ. ഇതുവരെ ജീവിതത്തിൽ നീ കുഴങ്ങിയിട്ടില്ലല്ലോ. അത് കുഴങ്ങാതിരിക്കാൻ കാരണം നീയല്ല, നിന്റെ ഓരോ ഘട്ടങ്ങളിലും ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും ഞങ്ങൾ വന്നിട്ടുള്ളത്. മനസ്സിലാവണ്ടേ? ആ ആയത്ത് മനസ്സിലായില്ലേ? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇവിടെ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണ്? ഈ മുഅ്മിനായ മനുഷ്യന് ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും മലക്കുകളെ കൂടെ നടത്താൻ കഴിഞ്ഞു. അതാണ് ആ മനുഷ്യന്റെ വിജയം. ആ മലക്കുകൾ എവിടെയും വരുന്നുണ്ട് മരണവേള. അപ്പോൾ കുടില് മുതൽ അടുക്കള, എന്താ പറയാ, തൊട്ടിൽ മുതൽ പള്ളിക്കാട് വരെ എന്നൊക്കെ പഴയ പ്രസംഗം പറയുന്നത് പോലെ അയാളുടെ ഒരു വേളയിലും അയാൾക്ക് പിശാചിന്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം സദാ വേളകളിലും അയാളെ കൂടെ ആര് വരും? മലക്കുകൾ വരും. മലക്കുകൾ ഇല്ലെങ്കിൽ പിന്നെ ആ സ്ഥാനത്ത് ആരാണ്ടാവുക? ശൈത്താൻ. അള്ളാഹു കാക്കട്ടെ. ഒരു ഹദീസ് കൂടി ഞാൻ ഇതിന്റെ മേമ്പൊടിയായി പറയാം. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മാ മിൻകും മിൻ അഹദിൻ യഖ്റുജു ബിബാബിഹി ഇല്ലാ ലഹു റായത്താൻ റായത്തുൻ ബിയദി മലക്കിൻ വറായത്തുൻ ബിയദി ശൈത്താൻ.
നിങ്ങൾ പുരയിൽ ഇറങ്ങി വരുമ്പോഴും പുരന്റെ മുന്നിൽ രണ്ടാൾ കാത്തു നിൽക്കും. റായത്തും ബിയദി മലക്കിൻ റായത്തും ബിയദി ശൈത്വാൻ. രണ്ട് കൊടിയും കൊണ്ട് ആള് നിൽക്കുമെന്ന് പുണ്യ റസൂൽ. ഒരു കൊടി പിടിച്ചിട്ട് ശൈത്താന് നിൽക്കും, ഒരു കൊടി പിടിച്ചിട്ട് മലക്കും നിൽക്കും. നിങ്ങള് അനുധാപനം ചെയ്യാൻ ഇന്ന് ഖറജ ലിമാ യുഹിബ്ബുല്ലാഹ്, അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യത്തിന് വേണ്ടിയാണ് ഇയാൾ ഇറങ്ങി വന്നതെങ്കിൽ ഇത്തബഅഹുൽ മലക്കു ബിറായത്തിഹി, മലക്ക് കൊടിയും പിടിച്ച് ഇയാളെ പിന്നാലെ പോകും. ഫലം യസൽ തഹ്ത റായത്തിൽ മലക്കി, പിന്നെ ഈ മനുഷ്യൻ മലക്കിന്റെ സംരക്ഷണത്തിലായിരിക്കും ഹത്താ യർജിഅ ഇലാ അഹ്ലിഹി, കുടുംബത്തിലേക്ക് മടങ്ങി വരുന്നവരെ. ഞാൻ നിങ്ങളോട് മിനിഞ്ഞാന്ന് ഒരു യാത്രയുടെ അദബുകളിൽ ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആവോ? യാത്രയൊക്കെ പുറപ്പെടുന്ന നേരത്തെ ഒരു അദബ് ഞാൻ നിങ്ങളോട് പറഞ്ഞോ? ഓർമ്മയുണ്ട? അതായത് പുരേന്ന് ഇറങ്ങുന്ന നേരത്ത് വലത്തെ കൈ തലയിൽ വെച്ചിട്ട് അഊദു ഓതി ബിസ്മി ഓതാതെ ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൂ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹു റബ്ബുൽ അർശിൽ അളീം എന്ന് ഒരു തവണ ചെല്ലുക. വലത്തെ കൈ തലയിൽ വെച്ചിട്ട് ചെല്ലുക. പിന്നെ വാഹനത്തിൽ കയറുക. ഇതൊക്കെ പഴയകാലത്തെ ചിട്ടകളാണ്. വാഹനത്തിൽ കയറി കഴിഞ്ഞിട്ട് ഇരുന്ന് വാഹനം ഉരുണ്ടതിന് ശേഷം അയാൾ സുബ്ഹാനല്ലദീ സഖർ ലനാ ഹാദാ എന്നുള്ള ആ ദിക്ർ ചൊല്ലുക. ആ ദിക്ർ ചൊല്ലിയതിനു ശേഷം അയാൾ 50 തവണ ഈ ദിക്ർ ചൊല്ലുക. ഈ ആയത്തോടുക 50 തവണ. ഖബ്ല അൻ യതകല്ലമ അഹദൻ, ഒരാളോട് മിണ്ടുന്നതിന് മുമ്പ്. വാഹനത്തിൽ കയറിയിട്ട് പിന്നെ ചെല്ലുക. വാഹനത്തിൽ കയറിയ നമ്മളിപ്പോ വർത്താനം പറഞ്ഞുകൊണ്ട് കയറി വർത്താനം എല്ലാം വർത്താനം, ആ വണ്ടി പോയിട്ടിരിക്കും. എന്തുകൊണ്ട്? മലായിക്കത്തിന്റെ സംരക്ഷണം ഈ വാഹനത്തിനുണ്ടാവും, ഈ മനുഷ്യനുണ്ടാവും. ഈ കാര്യം ചെയ്താൽ അതൊരു അദബാണ്. ഇത്തരമുള്ള അദബുകൾ ഇഷ്ടം പോലെ